ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് ജില്ലയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ പ്രത്യേകത, കേരളത്തിൽ ഭരണം പ്രതീക്ഷിക്കുന്ന UDF ഏതെങ്കിലും ഒരു വലിയ ജില്ലയിൽ സമ്പൂർണ്ണമായ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ്. മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെയും നില മെച്ചപ്പെടുത്താം എന്നത് മാത്രമാണ് UDFിൻ്റെ പ്രതീക്ഷയെങ്കിൽ കോഴിക്കോട് അങ്ങനെയല്ല. എല്ലാ കാലത്തും 2001 ശേഷമുള്ള 2006-ലായാലും 2011-ലായാലും 2016-ലായാലും 2021-ലായാലും ഇടത് കോട്ടയായി ഉറച്ചു നിന്ന കോഴിക്കോടിനെ ഇക്കുറി പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് അവിടേക്ക് UDF ഒരു കോട്ട പണിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. കോഴിക്കോട് കോട്ട പൊളിഞ്ഞാൽ UDFിൻ്റെ ഭരണമോഹം തന്നെ ചിലപ്പോൾ അസ്തമിച്ചു പോയേക്കാം. കാരണം ഇടതുമുന്നണിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി UDFിൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ നേതാക്കളെല്ലാം ഉറപ്പിച്ചു പറയുന്നത് കോഴിക്കോടാണ്. മലപ്പുറം പോലെയുള്ള പരമ്പരാഗതമായി UDFിൻ്റെ കോട്ടകളെക്കുറിച്ചല്ല. ഒരു സ്ഥലത്ത് LDFിൻ്റെ കോട്ടയായിരുന്നിടത്ത് അത് പൊളിച്ചു പൂർണ്ണമായും അവിടെ ഒരു UDFിന് മേൽക്കൈ നേടും എന്ന് UDF കരുതുന്ന ഏക വലിയ ജില്ല അത് കോഴിക്കോടാണ്. കോഴിക്കോടിനെ കുറിച്ചാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. കോഴിക്കോട് ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. ദീർഘകാലമായി കോഴിക്കോട് ജില്ലയും മലബാറിലെ പ്രദേശങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിചയമുള്ള അനീഷ് കൂടിയാണ് ചേരുന്നത്. നമുക്ക് അതിനു മുമ്പ് കോഴിക്കോടിൻ്റെ ഒരു സമഗ്ര ചിത്രം ഒന്ന് പരിശോധിക്കാം. എങ്ങനെയായിരുന്നു കോഴിക്കോട് എന്നുള്ളത്? കോഴിക്കോട് നിലവിൽ 13 മണ്ഡലങ്ങളാണുള്ളത്. നേരത്തെ 12 മണ്ഡലങ്ങളായിരുന്നു. ഇതുവരെ നമ്മൾ പരിശോധിച്ച തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും അടക്കം ഇടുക്കിയിലടക്കം മറ്റിടത്തെല്ലാം ആകെ ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എണ്ണം കുറഞ്ഞു എങ്കിൽ ഇവിടെ കോഴിക്കോട് ഒന്ന് കൂടുകയായിരുന്നു. കോഴിക്കോട് 12-ൽ നിന്ന് അത് 13-ലേക്ക് വർദ്ധിക്കുകയാണ്. നിലവിലുള്ള ജില്ലകൾ ഇതാണ്: കൊടുവള്ളി, കോഴിക്കോട് നോർത്തും സൗത്തും. അത് കോഴിക്കോട് 1ഉം 2ഉമായിരുന്നു നേരത്തെ. കുന്നമംഗലം, ബാലുശ്ശേരി, എലത്തൂർ, ബേപ്പൂർ, പേരാമ്പ്ര, വടകര, നാദാപുരം, കൊയിലാണ്ടി, തിരുവമ്പാടി, കുറ്റ്യാടി. ഇങ്ങനെ 13 മണ്ഡലങ്ങളാണുള്ളത്. 140-ൽ 13 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഖ്യ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ജില്ലകളിൽ ആ ഗണത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട വലിയ ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ പഴയ ചിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് 2001-ൽ 6-6, 2006-ൽ അത് 11-1-ആയി 11, 2006 മുതൽ പരിശോധിച്ചാൽ അറിയാം 11-10, 11-11. ഇതാണ് കോഴിക്കോടിൽ LDFിൻ്റെ ഒരു വലിയ മേൽക്കൈ അവകാശപ്പെടാവുന്നത്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ 2006 മുതൽ ഇനിയിപ്പോൾ 20ാമത്തെ വർഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 4 തെരഞ്ഞെടുപ്പിലും LDFിന് ശക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു. 2001-ൽ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമ്പോഴും കോഴിക്കോട് പൂർണ്ണമായും UDFിനൊപ്പം നിന്നില്ല എന്നതുകൂടി ആലോചിക്കണം. അവിടെയും 6 ആയിരുന്നു. കോഴിക്കോട് 2001-ലെ കണക്ക് LDF 6, UDF 6 എന്നുള്ളതാണ്. UDFിൻ്റെ 6 എണ്ണം. കൊടുവള്ളി, കോഴിക്കോട് നോർത്ത്, സൗത്ത്, കോഴിക്കോട് 1, 2 എന്ന് വേണമെങ്കിൽ അന്നത്തെ പേരിൽ പറയാം. കുന്നമംഗലം, കൊയിലാണ്ടി, തിരുവമ്പാടി, ഇങ്ങനെയായിരുന്നു 6 സീറ്റുകൾ വന്നത്. 2006-ലെ സർക്കാർ ഇടതു രംഗത്തിൽ അത് 11-1-ലേക്ക് വന്നു. 2006-ലേക്ക് വരുമ്പോൾ അവിടെ കുന്നമംഗലത്തെ UC രാമൻ മാത്രമാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ UC രാമൻ സ്വതന്ത്രനായി മത്സരിച്ച് UC രാമന് മാത്രമാണ് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. 2011-ലേക്ക് എത്തുമ്പോഴേക്കും അത് കേരളത്തിൽ UDFിൻ്റെ ഭരണമാണ്. അത് 3 സീറ്റിൻ്റെ വിജയത്തിൽ UDF ഭരണത്തിലേറിയ സമയത്തും കോഴിക്കോട് ചുവന്ന് തന്നെ നിന്നു. അവിടെ 10 സീറ്റുകളാണ്. ഈ 1-ൽ നിന്ന് 3-ലേക്ക് എത്തിക്കാൻ മാത്രമാണ് 2011-ൽ പോലും അന്ന് കഴിഞ്ഞത്. 2011-ലെ ചിത്രം തിരുവമ്പാടിയിൽ C മായൻകുട്ടിയും കൊടുവള്ളിയിൽ ഉമ്മർ മാസ്റ്ററും കോഴിക്കോട് സൗത്തിൽ MK മുനീറുമാണ് വിജയിച്ചത്. ഇനി 2016-ലേക്ക് വരുമ്പോൾ ഇടതു തരംഗം കേരളത്തിലാകെ വീശിയടിക്കുമ്പോൾ 11-2 എന്ന നിലയിലേക്ക് തന്നെ നിൽക്കുന്നു. അവിടെയും 2 സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 2016-ൽ കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയും കോഴിക്കോട് സൗത്തിൽ MK മുനീറും മാത്രമാണ് 2016-ൽ വിജയിച്ചത്. 2021-ലേക്ക് എത്തുമ്പോഴും അവിടെയും 2 സീറ്റുകൾ മാത്രമാണ് UDFിന് ലഭിക്കുന്നത്. 2021-ലും 11 സീറ്റുകൾ തന്നെയാണ് ലഭിച്ചത്. 2021-ലെ കണക്കിൽ കൊടുവള്ളിയിൽ MK മുനീർ സൗത്തിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് മാറി മത്സരിക്കുന്നു. അങ്ങനെ MK മുനീർ ആ സീറ്റ് പിടിച്ചെടുക്കുന്നു. വടകരയിൽ KK രമ, CPM വിട്ട് RMP ഉണ്ടാക്കിയ ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ UDFിനൊപ്പം ചേർന്ന് മത്സരിക്കുന്നു. അങ്ങനെ വടകരയിൽ നിന്ന് രമ MLA ആവുന്നു. അങ്ങനെ KK രമയാണ് കഴിഞ്ഞ തവണ അവിടെ MLA ആയത്. മറ്റൊന്ന് MK മുനീറാണ് കഴിഞ്ഞ 2 തവണയും തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുനീർ മത്സരിക്കുന്നില്ല. ഇതാണ് ഇതുവരെയുള്ള കോഴിക്കോടിൻ്റെ ചിത്രം. ഇതൊന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. കൊടുവള്ളിയുടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റായി കാണുന്നത് LDF INLൻ്റെ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ആ സമയത്ത് 2006-ലൊക്കെ അവർ ഇടതു മുന്നണിയുടെ ഭാഗമായിരുന്നില്ല. പിന്നീടാണ് ഇടതു മുന്നണിയുടെ ഭാഗമാകുന്നത്. ഇവിടെയാണ് കൊടുവള്ളിയിൽ ഇത്തവണ UDFിൻ്റെ വിജയമുണ്ടായത്. കഴിഞ്ഞ തവണത്തെ മറ്റ് കോഴിക്കോട് നോർത്തൊക്കെ പരിശോധിച്ചാൽ നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് 1ഉം 2ഉമായിരുന്നു. അത് UDFും LDFും ഒക്കെ വിജയിച്ചിട്ടുള്ളതാണ്. അവിടെ ക്രമേണ അത് LDFിലേക്ക് തന്നെ എത്തുന്നു. കോഴിക്കോട് കുന്നമംഗലത്തിൻ്റെ ചിത്രം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇത് UDF, ഇൻഡിപെൻഡൻറ്റും LDF ആണ്. അങ്ങനെ
അങ്ങനെ LDFിൻ്റെ ചിത്രത്തിലേക്ക് വരുന്നു. ബാലുശ്ശേരിയിൽ അത് LDFിൻ്റെ കോട്ട തന്നെയാണ്. ബാലുശ്ശേരി LDFിൽ തന്നെ നിൽക്കുന്നു. എലത്തൂർ നേരത്തെ ഉണ്ടായിരുന്നതല്ല, എലത്തൂർ പുതുതായി വന്നതാണ്. മണ്ഡല പുനർനിശ്ചയത്തിന് ശേഷം ഉണ്ടായതാണ് 2011 മുതൽ. ആ എലത്തൂരിൽ 2011 മുതൽ LDF തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ബേപ്പൂരിൽ വീണ്ടും തുടർച്ചയായി LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. ഇത്തവണയും ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ ഒരു മത്സരം കൂടിയാണ് ബേപ്പൂർ. ഇടത് കോട്ടയാണ്. ഇടത് മുന്നണിയിൽ നിന്ന് ആര് മത്സരിച്ചാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ബേപ്പൂരിൻ്റെ ചിത്രം. കഴിഞ്ഞ 25 വർഷത്തെ ചിത്രമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് പേരാമ്പ്രയുടെ ചിത്രം നോക്കിയാൽ പേരാമ്പ്രയിലും ഇത് തന്നെയാണ്. പേരാമ്പ്രയും ഒരു ഇടത് കോട്ടയായി എല്ലാ കാലത്തും നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. പേരാമ്പ്രയിൽ LDF മാത്രമാണ്. വടകര ഇടത് കോട്ടയായിരുന്നു. ഇടത് കോട്ട ഇളക്കിയത് ഇടതു മുന്നണിയിൽ നിന്ന് തന്നെ എത്തിയ CPMൽ നിന്ന് തന്നെ എത്തിയ KK രമയാണ്. കഴിഞ്ഞ തവണ KK രമ അവിടെ UDFിന് വേണ്ടി ആദ്യമായി അവിടെ ഒരു വിജയം നേടുന്നു. നാദാപുരം നോക്കിയാൽ അറിയാം, അത് LDFിൻ്റെ കോട്ടയാണ്. ഇതാണ് LDFിനെ സംബന്ധിച്ച് കോഴിക്കോട് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല മണ്ഡലങ്ങളിലും അത് കണ്ണൂരും ഒക്കെയാണ് ഇടത് കോട്ടയെന്ന് പറയുമ്പോഴും, പക്ഷേ അങ്ങനെയല്ല. കോഴിക്കോട് ജില്ലയിലെ പല മണ്ഡലങ്ങളും ഇടതു മുന്നണിയിൽ ആര് മത്സരിച്ചാലും സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് പാർട്ടി വോട്ട് കിട്ടി ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. കൊയിലാണ്ടിയും UDFിൽ നിന്ന് കൊയിലാണ്ടിയും LDF പിടിച്ചെടുത്ത് കഴിഞ്ഞ 4 തവണയും തുടർച്ചയായി ജയിക്കുന്നു. തിരുവമ്പാടിയിൽ UDFും LDFും മാറിയിട്ട് വീണ്ടും UDF വരുന്നു. പക്ഷേ കഴിഞ്ഞ 2 തവണയും തിരുവമ്പാടിയും LDF പിടിക്കുന്നു. കുറ്റ്യാടിയിൽ പക്ഷേ അങ്ങനെയല്ല, LDF UDF എന്നുള്ള കണക്കിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒരു സാധ്യതകളിലേക്ക് കൂടി നമുക്ക് പരിശോധിക്കാം. കോഴിക്കോടിൽ UDFിൻ്റെ പ്രതീക്ഷ. UDF കാണുന്നത് ഈ 13 സീറ്റിൽ 8 സീറ്റ് ഉറപ്പായി കിട്ടും. കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രം വിജയിച്ച സ്ഥലത്താണ് 8 സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. അത് കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, കൊയിലാണ്ടി, തിരുവമ്പാടി, കുറ്റ്യാടി, നാദാപുരം, വടകര, കുന്നമംഗലം 6 സീറ്റുകൾ അധികമായി ഉറപ്പായും UDF ജയിച്ചിരിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെയും ലീഗും ഒരുപോലെ കണക്ക് കൂട്ടുന്നത്. ഇത് അവരുടെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളുമാണ്. സാധ്യത കാണുന്നത് പേരാമ്പ്രയിലും കോഴിക്കോട് നോർത്തിലും ബാലുശ്ശേരിയിലും ഒരു UDF അനുകൂല തരംഗം കേരളത്തിലുണ്ടായി കഴിഞ്ഞാൽ ആ 3 എണ്ണം കൂടി ചേർത്ത് 8, 3, 11 സീറ്റുകൾ. കഴിഞ്ഞ തവണ 11 സീറ്റുകൾ LDF ആണ് നേടിയെങ്കിൽ UDF ഇത്തവണ ഒരു തരംഗം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ 8+3 11 സീറ്റുകൾ ജയിക്കുമെന്ന് കാണുന്നു. 2 സീറ്റുകൾ അവർ ഒരു അട്ടിമറി ഉണ്ടായാൽ എലത്തൂരും ബേപ്പൂരിനെ സംബന്ധിച്ചത് ഒരു വലിയ അട്ടിമറി ഉണ്ടായാൽ അതിനപ്പുറത്തേക്ക് അതിനെ നമുക്ക് വിജയസാധ്യതയായി കണക്ക് കൂട്ടേണ്ടതില്ല. അവർ തന്നെ അത് വിജയിക്കില്ല. ഒരു പാർട്ടിയും പൂർണ്ണമായി വിജയിക്കില്ല എന്ന് പറയില്ല. അവർ പറയും ചിലപ്പോൾ വൻ അട്ടിമറി വല്ലതും നടന്നാലോ എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ അട്ടിമറി സാധ്യത. LDFിൻ്റെ പ്രതീക്ഷ കൂടി ഓടിച്ചു നോക്കാം. LDF 11 സീറ്റ് കഴിഞ്ഞ തവണ വിജയിച്ച ഒരു സ്ഥലത്ത് 6 സീറ്റുകൾ മാത്രമാണ് ഇത്തവണ ഉറപ്പ് പറയുന്നത്. കോഴിക്കോട് നോർത്തും, കുന്നമംഗലവും, ബേപ്പൂരും, എലത്തൂരും, ബാലുശ്ശേരിയും, പേരാമ്പ്രയും മാത്രമാണ്. അവർ സാധ്യത കാണുന്നത് കുറ്റ്യാടിയും, തിരുവമ്പാടിയും, കൊയിലാണ്ടിയും, നാദാപുരത്തും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഒരു അനുകൂലമായ തരംഗം, കാര്യമായ ഭരണവിരുദ്ധ വികാരമില്ല. LDFിൻ്റെ വിജയത്തിലേക്കാണ് കേരളത്തിൻ്റെ ഒരു നീക്കമെങ്കിൽ ഈ 4 സീറ്റുകൾ അപ്പോഴും 6, 4, 10 ആവുന്നുള്ളൂ. 11 സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയ ഒരു സ്ഥലത്ത് 6 സീറ്റിൽ മാത്രമേ ഉറപ്പുള്ളൂ. 4 സീറ്റുകളാണ് സാധ്യത കാണുന്നത്. അട്ടിമറി ഉണ്ടായാൽ മാത്രം വിജയം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു തരംഗം ഇടതുമുന്നണിക്ക് അനുകൂലമുണ്ടെങ്കിൽ വിജയിക്കില്ല എന്ന് ഏത് പാർട്ടിയും കാണുന്നത് അങ്ങനെയാണ്. വിജയിക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നതിന് പകരം അട്ടിമറി എന്ന് പറയുന്നത് അത് കോഴിക്കോട് സൗത്തും, കൊടുവള്ളിയും, വടകരയുമാണ്. അങ്ങനെ 3 സ്ഥലങ്ങളിൽ അവർ വിജയം പ്രതീക്ഷിക്കുന്നില്ല. അവർ 6, 4 സീറ്റുകളാണ് 10 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. UDF 11 സീറ്റുകളാണ്. നമുക്ക് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോടിനെ സംബന്ധിച്ച് ആകെ ചോദിച്ചാൽ കേരളത്തിൽ മറ്റൊരു ജില്ലയിലും LDF ആധിപത്യം ഉണ്ടായിരുന്ന ഒരു ജില്ലയിൽ അത് LDFിൻ്റെ ആധിപത്യം പൂർണ്ണമായും തകർത്ത് UDF ആധിപത്യത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് കോഴിക്കോട് ജില്ലയാണ്. എന്തുകൊണ്ടാണ് UDFിന് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നത്? കിരൺ, കേരളം ഭരിക്കണമെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ പിന്തുണ അനിവാര്യമാണ് എന്ന് തന്നെ കോൺഗ്രസും CPMും പറയുന്നു. നമുക്കറിയാം 13 നിയമസഭാ സീറ്റുകൾ, അതായത് 140-ൽ 13 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10% നിയമസഭാ സാമാജികർ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ വിജയം നേടിയാൽ നിയമസഭയിലേക്കുള്ള പോക്ക് എളുപ്പമാവും എന്ന് തന്നെയാണ് ഇരു കക്ഷികളും പറയുന്നത്. നമ്മൾ കോൺഗ്രസിനെ പക്ഷേ പരിശോധിച്ചാൽ കഴിഞ്ഞ 2021 അവസാന ജനപ്രതിനിധികൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് തിരുവനന്തപുരത്തെ നിയമസഭയിലേക്ക് പോയത്. P. ശങ്കരനും A. സുജനപാൽ എന്ന 2 കരുത്തരായ നേതാക്കൾ. അവർ ജയിച്ച ശേഷം പിന്നീട് ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന് വലിയ ഒരു ആധിപത്യം നേടി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു കാലത്തുമില്ലാത്ത വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞു എന്നതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മൃഗീയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ കുറേ തവണകളായി CPM ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അതായത് മുന്നണി സംവിധാനം ഇല്ലെങ്കിൽ പോലും CPMന് ഒറ്റയ്ക്ക് ഭരിക്കാൻ
ശേഷി ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനാണ്. പക്ഷേ ഇത്തവണ CPM-ന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, അതായത് തനിച്ച് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കിയാൽ കോൺഗ്രസ് അവരുടെ വോട്ട് വിഹിതം ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കുകയും കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒപ്പം BJP ഒരു നവസാന്നിധ്യമായി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് എത്തുന്നു. ഒരുപാട് വാർഡുകൾ കഴിഞ്ഞ തവണ വിജയിച്ച് കൗൺസിലർമാർ കോർപ്പറേഷനിലേക്ക് പോകുന്ന ഒരു സാന്നിധ്യമുണ്ടായി. അങ്ങനെ ഇടതുപക്ഷം നഗരപ്രദേശത്ത് മുമ്പുള്ള എല്ലാ കാലത്തേക്കാൾ ദുർബലമാവുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. ഒപ്പം കോഴിക്കോട് ജില്ലയിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളും എക്കാലത്തും CPM-ന്റെ വലിയ ഒരു അടിസ്ഥാന ശില അല്ലെങ്കിൽ ഏറ്റവും കരുത്ത് പകരുന്ന ഒരു ഘടകമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിൽ 42 പഞ്ചായത്തുകളോളം UDF-ന് ഭരിക്കാൻ കഴിഞ്ഞു. ഒരിക്കൽ പോലും UDF ചരിത്രത്തിൽ ഭരിച്ചിട്ടില്ലാത്ത പഞ്ചായത്തുകളടക്കം UDF വശത്തേക്ക് മാറി. ഒപ്പം ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ച ശേഷം ഒരു തവണ പോലും UDF-ന് ഒരു വലിയ ആധിപത്യം എന്ന രീതിയിൽ പോലും സാന്നിധ്യം കാണിക്കാൻ കഴിയാഞ്ഞ ഒരിടമാണ്. അവിടെ ഇത്തവണ UDF ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വലിയ വിജയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് MK രാഘവൻ അദ്ദേഹത്തിൻ്റെ ജനകീയത കൊണ്ട് ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. ഷാഫി പറമ്പിൽ എന്ന ഫാക്ടർ പാലക്കാട് നിന്നും വടകരയിലേക്ക് വന്നപ്പോൾ ആ മേഖലകളിലാകെ ഉണ്ടായ ഉണർവ്, ഒപ്പം തിരുവമ്പാടി പോലുള്ള ഇടങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുലും ഒക്കെ മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു ആവേശം. നമുക്ക് ഓരോ മണ്ഡലങ്ങളായി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.